ഇപ്പോൾ മലയാള സിനിമയിൽ എപ്പോഴും ഈ നമ്മൾ സമീപകാലത്ത് നോക്കുകയാണെങ്കിൽ ഈ പുതിയതായിട്ട് വരുന്ന ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ നല്ല നല്ല വർക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളൊരു ഒരു ഇയർ എൻഡിൽ ഒരു റൗണ്ട് ടേബിൾ ഡയറക്ടേഴ്സിനെ വിളിക്കുകയാണെങ്കിൽ പ്രോബബ്ലി അവിടെ ഒരു 3-4 ഡയറക്ടേഴ്സ് പുതിയതുണ്ടാവും. ഇപ്പോൾ ഇതിലിപ്പോൾ ജിഷോ എന്ന് പറയുന്ന ഒരു നവാഗതനായിട്ടുള്ള ഡയറക്ടർ വരുന്നു, ജോസഫ് കിരൺ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഒക്കെ ആയിട്ടുള്ള ആൾ വരുന്നു. ലൈക്ക് ഈ പുതിയ ആളുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് രണ്ടുപേർക്കും പറയാനുള്ളത്? എനിക്ക് അവർ പുതിയതെന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഇപ്പോൾ ഒരു പുതിയ ആൾക്കാരാണ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഫീല് നമ്മൾ അങ്ങനെയൊന്നും കൊടുത്തു. ഇപ്പം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ പുതിയതാണെങ്കിലും കുറേ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ആ പ്രൊഡക്റ്റ് നന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഇത് ചെയ്യുമ്പോഴും ഇപ്പോൾ ജിഷോ ചേട്ടൻ ഓൾറെഡി ആഡും അതും ക്രിയേറ്റീവ് സൈഡ് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. കിരൺ ചേട്ടനാണെങ്കിലും കഥ വന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഷുവർ അബൌട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. അപ്പം അതാണ് മെയിനായിട്ട് നോക്കണത്. ഇപ്പം എൻ്റെ ഇത് നോക്കിയാലും ഞാൻ ഒരുപാട് അങ്ങനെ ദിലീഷ് ചേട്ടൻ ഫസ്റ്റ് ടൈം ഡയറക്റ്റ് ചെയ്ത് മഹേഷ് ഹൃദയാരത്തിലാണ് ഞാൻ അഭിനയിച്ചത്. അപ്പം അങ്ങനെ കുറേ ഫസ്റ്റ് ടൈമേഴ്സിൻ്റെ കൂടെ, പക്ഷെ നമുക്കൊരിക്കലും അവർ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് അങ്ങനെ വേറെ വേർതിരിവൊന്നുമില്ല. അവർ ഡയറക്ടേഴ്സാണ്, നമ്മൾ ആക്ടേഴ്സാണ് എന്നുള്ള ഇതിൽ തന്നെയാണ്. എന്താണ് ഇതിൻ്റെ ഡയറക്ടറെയും സ്ക്രിപ്റ്റ് റൈറ്ററെയും കുറിച്ചിട്ട് രാജ്ബി ഷെട്ടിയുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? They have worked their absolute best to give the best to the cinema. ഇപ്പോൾ ഇത് ഷൂട്ടിങ് കഴിഞ്ഞ് കുറേ മാസമായി, like but still they were still working for the betterment of the film, even in the script stage. Like they were trying to write as good as possible. So നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പെർഫോം നമുക്ക് എത്ര അറിയോ അത്ര ചെയ്തിട്ടുണ്ട്. സോ കാണാം നമുക്ക്. സോ ഒരു ഫസ്റ്റ് മൂവി മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം എന്തൊക്കെയായിരുന്നു ആ സമയത്ത് മൈൻഡിൽ? ഇപ്പം ഒരാളൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു, ഐ തിങ്ക് ഇതിനു മുൻപ് മലയാളത്തിലേക്ക് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഫോർ രുതിരം. യെസ്. അപ്പം സെലക്ഷൻ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടാവുമായിരിക്കുമല്ലോ മലയാളത്തിൽ എൻ്റെ ഒരു ഫസ്റ്റ് മൂവി എന്നുള്ള രീതിക്ക്. സോ അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടായിരുന്നോ? ദെൻ വൈ ഡിഡ് യു ചൂസ് രുതിരം ആസ് യുവർ ഫസ്റ്റ് മൂവി? ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ നമുക്ക് ആ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ അത് ഓഡിയൻസ് ആയിട്ട് നമുക്ക് കണക്ട് ആവണം, പിന്നെ എൻഗേജ് ചെയ്യണം. അത് മാത്രമേ ക്രൈറ്റീരിയ ഉള്ളൂ. So എനിക്ക് when I heard this, it had a lot of scope for characters like Swati's character and Matthew's character, and also a few other characters as well. They had spaces of their own. So I thought it will be a very good experiment to do, because I don't see the thing about actors is actors are never sure whether they are good or not. They keep on trying to find it out through the various character they play. I think I really felt this is another character where I need to try this character and see whether I am good enough. അതാണ്